ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ജൂൺ മാസം 15-ാം തീയതിയാണ്. ഇന്നിപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുന്ന സർപ്രൈസ് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ്, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗർ എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമയും അതുപോലെ തന്നെ മഹാരാജ എന്നൊരു തമിഴ് സിനിമയും കണ്ടു റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗർ എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. ഗർ എന്ന് പറഞ്ഞ മലയാള സിനിമ ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്താണ്. അപ്പോഴേക്കും OTT അപ്ഡേറ്റ് എന്ന് ചോദിക്കും പലരും. അപ്പോൾ OTT അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് പേര് എഴുതി കാണിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആരാണെന്നുള്ളത്. Disney+ Hotstar ആണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഏഷ്യാനെറ്റ് ആണ്. അപ്പോൾ ഇന്ന് റിലീസ് എപ്പോൾ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗർ എന്ന് പറഞ്ഞ സിനിമയുടെ OTT റൈറ്റ്സ് Disney+ Hotstar ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഹാരാജ് എന്നൊരു ഹിന്ദി മൂവി, നമ്മുടെ അമീർ ഖാൻ്റെ മകൻ ജുനൈദ് ഖാൻ പ്രധാന വേഷത്തിലെത്തിയ ഒരു സിനിമയായിരുന്നു. ഈ സിനിമ പിന്നെ നെറ്റ്ഫ്ലിക്സ് വഴി ജൂൺ മാസം 14-ന് OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഒഫീഷ്യൽ ഡേറ്റ് അടക്കം പുറത്തു വിട്ടിരുന്നു. അവരിപ്പോൾ പിന്നെന്താ റിലീസ് ചെയ്തിട്ടില്ല. കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡറൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പുതിയ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു തെലുങ്ക് മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. ലവ് മീ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വിദ്യാബാലൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഡു ഓർ ഡു പ്യാർ എന്ന് പറഞ്ഞ സിനിമ. ഡു ഓർ ഡു പ്യാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ദോ ഓർ ദോ പ്യാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ Disney+ Hotstarലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു സർപ്രൈസ് റിലീസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഹിന്ദി മൂവിയുടെ സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. LSD 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലവ് സെക്സ് ധോക്ക 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആന്തോളജി ടൈപ്പ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് നല്ലപോലെ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത വിജയുടെ ഏറ്റവും വലിയൊരു ഹിറ്റായി മാറിയ ഗില്ലി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ തിയേറ്ററിലൊക്കെ റീമാസ്റ്റർ ചെയ്ത പ്രിന്റ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ സിംപ്ലി സൗത്തിൽ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാറെടുക്കുകയാണ് ഈ സിനിമ. ജൂൺ മാസം 21-ാം തീയതി സിംപ്ലി സൗത്ത് വഴി OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അടുത്തത് ഹിപ്പ് ഹോപ്പ് തമിഴ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു PT സാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. എപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ജൂലൈ മാസം പകുതിയോടുകൂടി നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഗരുഡൻ എന്ന് പറഞ്ഞ സിനിമയാണ്. തിയേറ്റർ റിലീസ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടി വിജയിച്ച ഒരു പടമാണ്. 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. സൂര്യ, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ, ശശികുമാർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. C5 ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസം പകുതിയോടുകൂടി ഈ സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെടുത്തത് പ്രതീക്ഷിക്കുന്നു. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും